വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട കെ വിദ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അജി, എന്തൊക്കെ ഉപാധികളോടുകൂടിയാണ് ജാമ്യം? എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഈ വിദ്യയ്ക്ക് മണ്ണാർക്കാട് കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. പക്ഷേ അത് ഈ അഗളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിദ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ വിദ്യയെ കാസർഗോഡ് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും. കേസിൻ്റെ, അതായത് ഈ കരിന്തളം കോളേജുമായി ബന്ധപ്പെട്ട കേസിലാണ് നീലേശ്വരം പോലീസ് വിദ്യയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അഗളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ മണ്ണാർക്കാട് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് പാസ്പോർട്ട് ഹാജരാക്കണം, ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. എങ്ങനെ ഇന്നീ ഉപാധികളോടുകൂടെ തന്നെയാണ് വിദ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ വിദ്യയ്ക്ക് പുറത്തിറങ്ങാനാകില്ല. അപ്പോൾ ഈ ജാമ്യം കിട്ടിയ വിദ്യ ഉടനെ തന്നെ വിദ്യയെ നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുക്കും, നീലേശ്വരത്തിലേക്ക് കൊണ്ടുപോകും. അടുത്ത നടപടിക്രമങ്ങൾ നീലേശ്വരം ജുഡീഷ്യൽ, അതായത് പോലീസിൻ്റെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരിധിയിൽ വരുന്ന കോടതിയിലായിരിക്കും ഇനി വിദ്യയുടെ കേസ് പോവുക. ഈ അഗളിയിലെ കേസിൽ വിദ്യയ്ക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, ഒപ്പം തന്നെ ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപ് ഹാജരാക്കണമെന്ന കർശന ഉപാധികളും വിദ്യയ്ക്ക് മുൻപിൽ ഉണ്ട്. ഏതായാലും കസ്റ്റഡിയിലെടുത്ത് നീലേശ്വരം പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുക, അതായത് കരിന്തളം കോളേജുമായി ബന്ധപ്പെട്ട കരിന്തളം കോളേജ് അധികൃതരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്ക് കെ വിദ്യയെ പോലീസ് ചോദ്യം ചെയ്യും, അന്വേഷണ സംഘം ചോദ്യം ചെയ്യും, നീലേശ്വരം പോലീസ് ചോദ്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ആ കേസിനും കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ വിദ്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. അജിംഷാദ്. ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകി. കെ വിദ്യയ്ക്ക് ജാമ്യം, മണ്ണാർക്കാട് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം. പക്ഷേ നീലേശ്വരം പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ, അതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൻ്റെ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ വിദ്യയ്ക്ക് ജയിൽ മോചിതയാകാനാകൂ, അഥവാ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് അജി കുഞ്ഞുമോൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.